രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാ ശ്രേഷ്ഠ ആചാര്യന്മാർക്കും അതുപോലെ വന്നെത്തിയിട്ടുള്ള ഓരോ സ്വാമി ഭക്തന്മാർക്കും വിനയപൂർവം സ്വാഗതം അരുളുക എന്നുള്ളതാണ് എൻ്റെ കർമ്മം. ഞാൻ അതിലേക്ക് കിടക്കട്ടെ. നാം ഇന്ന് ഇവിടെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഋഷിപരമ്പരയുടെ പേരിൽ ഞാൻ ഓരോരുത്തരെയും
സാദരം സ്വാഗതം ചെയ്യുന്നു. നാം നടന്നു നീങ്ങിയ പാതയോരങ്ങളിലെ മനോഹര കാഴ്ചകൾ കണ്ണിൽ നിന്ന് വിസ്മൃതമാകുന്നു. ഒരു 102 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു മഹാസമാധിയുടെ സാക്ഷ്യം വഹിക്കാൻ അന്ന് ഉണ്ടായിരുന്നവരിൽ ആരും തന്നെ ഈ കൂട്ടത്തിൽ കാണുകയില്ല. പക്ഷേ അന്ന് അത് നടന്നിരുന്നു എന്നുള്ളതിന് വളരെ ഒരു സത്യമായ ഒരു സാക്ഷ്യം നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ഈ ആശ്രമം തന്നെയാണ്. ചട്ടമ്പി സ്വാമി പൂജ്യപാദർ ചെയ്തിട്ടുള്ള ഏക ആശ്രമം, നടത്തിയിട്ടുള്ള ഏക പ്രതിഷ്ഠ, ഇവിടെ സ്വശിഷ്യൻ്റെ സമാധി പീഠോപരി നടത്തിയിട്ടുള്ള ആ ശിവലിംഗ പ്രതിഷ്ഠ, അതൊന്നു മാത്രമാണ് എന്നുള്ളത് ഒരു ലോകചരിത്രത്തിൽ തന്നെ ഒരു റെക്കോർഡായിരിക്കും. ഒരു ഗുരു സ്വശിഷ്യൻ്റെ സമാധിയിൽ ഒരു പ്രതിഷ്ഠ നടത്തുക എന്നുള്ളത് അത്രമാത്രം പവിത്രമായ ഒരു പുണ്യഭൂമിയാണ് ഇത്. മഹർഷീശ്വരുടെ ചിന്താമണ്ഡലത്തിൽ വിരിയുന്ന ഭാവനകൾക്ക് രൂപം നൽകുന്ന, അതിൻ്റെ ആ ഭാവനകളുടെ ഘനീഭൃത രൂപമാണ് നാം ആരാധിക്കുന്ന രൂപങ്ങൾ, ഈശ്വരന്മാരുടെ അല്ലെങ്കിൽ ദേവി ദേവന്മാരുടെ എല്ലാം രൂപങ്ങൾ. ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് പൂജ്യ ചിദാനന്ദസ്വാമി തിരുവള്ളികളിലെ ഒരു യൂട്യൂബ് പ്രഭാഷണം കേൾക്കാനിടയായി. ശങ്കരാചാര്യ സ്വാമികൾക്ക് ദണ്ട് ധരിച്ചിരുന്നോ ദണ്ടില്ലായിരുന്നോ എന്നുള്ളതാണ് അതിൽ. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ, ഒരു ഉത്തരം അതിന് നൽകാൻ കഴിയില്ല. പക്ഷേ സ്വാമിയുടെ ആ പ്രഭാഷണം യൂട്യൂബിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിയും. അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. ഇവിടെ ഇന്ന് ഈ കാണുന്ന ഈ ശില്പങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും നമ്മുടെ പൂർവികന്മാർ, അച്ഛനമ്മമാർ അവരെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. സാക്ഷാൽ ബ്രഹ്മചൈതന്യം മനുഷ്യാകാരം പൂണ്ട് ഭൂമിയിൽ അവതരിച്ച ദേവതുല്യരായിട്ടുള്ള മനുഷ്യരായിരുന്നു, ഋഷിവര്യന്മാരായിരുന്നു ചട്ടമ്പി സ്വാമി പരമ പൂജ്യപാദരും ശ്രീനാരായണ ഗുരുദേവനും ശ്രീ നീലകണ്ഠതീർത്ഥപാദ സ്വാമികളും. അവരുടെ നമുക്ക് കാണാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ വേണ്ടി, നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കയ്യിൽ പിടിച്ച് ചോദിച്ചേക്കാം, ഇത് ആരുടെ രൂപമാണ് അച്ഛാ അല്ലെങ്കിൽ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനാകണം, ഇതാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾക്ക് ദൂരെയെങ്ങും പോകേണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിന് ഹിമാലയത്തിൻ്റെ ഗുഹാന്തരങ്ങൾ വേണ്ടിയിരുന്നില്ല തപസ് ചെയ്യുന്നതിന് വേണ്ടി. ജനമധ്യത്തിൽ സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിച്ച്, വെറും ഒരു നാട്ടുകാരണവരെ പോലെ ജീവിച്ച് കാലം കഴിച്ചു കൂട്ടിയ യതിവര്യൻ. അതുപോലെ തന്നെയാണ് പരമപൂജ്യനായിട്ടുള്ള നാരായണ ഗുരുസ്വാമികളും. രണ്ടുപേരുടെയും ആ മാർഗങ്ങൾ അല്പം വ്യത്യാസമെന്നേ ഉള്ളൂ. ഒരേ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങിയ രണ്ട് ആചാര്യന്മാരാണ് ഇവർ രണ്ടുപേരും. സമുദായം ഈ രണ്ട് ആചാര്യന്മാരുടെയും പേരിൽ തന്നെ എത്രമാത്രം അകലാൻ ഇടയായിട്ടുണ്ട്, അത് നമുക്ക് വിളക്കി ചേർക്കണം. ആ ഭിന്നഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് അകലണം. അതിൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് ഇന്ന് ഈ പുണ്യസ്ഥലത്ത് ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും നീലകണ്ഠതീർത്ഥപാദ സ്വാമികളുടെയും ഈ പ്രതിമകൾക്ക് രൂപം നൽകാനുള്ള കാരണം. ചില സ്വപ്നങ്ങൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വിരിയുന്നതാണല്ലോ എല്ലാ ആഗ്രഹങ്ങളുടെയും സഫലീകൃതമാണല്ലോ. ആ ചിന്തകളാണ് ഓരോ ഈശ്വര കൽപ്പിതങ്ങൾ. ആ ചിന്തകൾക്ക് രൂപം നൽകുന്നതാണ് നാം ഇന്നിവിടെ കാണുന്നത്. ഇതിന് രൂപം നൽകിയത് നമ്മുടെ ബഹുമാന്യനായ ശില്പി പ്രകാശ് പണിക്കരാണ്. ഇദ്ദേഹം
ചെങ്ങന്നൂരിന് അല്പം തെക്ക് ഭാഗത്ത് മാറിയാണ് അദ്ദേഹത്തിൻ്റെ ശില്പശാല. നിങ്ങൾക്ക് പോയി കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കരവിരുതുകളാണ് നമുക്ക് ഇവരുടെ ഈ രൂപം സാക്ഷാത് അവരെ പോലെ തന്നെ ഒരു വ്യത്യാസവും എൻ്റെ കണ്ണിൽ കാണാൻ കഴിയുന്നില്ല. അവിടെ സ്വാമിയുടെ ജാതിഭേദം മതദ്വേഷം ഏതൊന്നുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് മാതൃകാസ്ഥാനമായി മാറണം. ഇതിന് നാം ഓരോരുത്തരും മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം. നമ്മളുടെ ഗ്രാമം നമ്മൾ ഉദാഹരണത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കരുത്. നാം സ്വയം ഉദാഹരണം മാർഗങ്ങൾ വെട്ടിത്തെളിക്കണം. വി ഷുഡ് ബി ദ പാത്ത് ഫൈൻഡേഴ്സ്. നമ്മളായിരിക്കണം വഴി തെളിക്കുന്നവർ, മുൻപേ നടക്കുന്നവർ. എപ്പോഴും നാം പിൻപേ നടക്കാൻ ആഗ്രഹിക്കരുത്. മാർഗദർശികളാകുക. അതിനുവേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയപൂർവ്വമുള്ള സഹകരണമാണ് നമുക്ക് ആവശ്യം. ഇത് ഒരു മാതൃകാ ഗ്രാമമായിട്ട് കരുനാഗപ്പള്ളിയിലെ ഈ ചെറുപ്പക്കാർക്ക് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. ആ പ്രത്യാശയോടുകൂടി ഇന്നിവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ എളിയ സ്വാഗതം നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ പ്രധാന ആചാര്യരായിട്ട് വരേണ്ടിയിരുന്നവർ ശ്രീ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികൾ. ഏത് നിമിഷവും അദ്ദേഹം നമ്മോടൊപ്പം വന്നു ചേർന്നേക്കാം. പക്ഷേ അതിന് വളരെ ദൂരെ നിന്ന് അദ്ദേഹം വാഴൂരിൽ നിന്ന് വരികയാണ്. കോഴിക്കോട്ട് നിന്ന് ശ്രീ ചിദാനന്ദപുരി സ്വാമികൾ കൃത്യസമയത്തിന് തന്നെ രാവിലെ 6 മണിക്ക് കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ വന്നു ചേർന്നു. അദ്ദേഹത്തിൻ്റെ സമയനിഷ്ഠ വേണം നാം ഓരോരുത്തരും പാലിക്കേണ്ടത്. ഏതൊരു കാര്യത്തിലും ആ കൃത്യനിഷ്ഠയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും നാം ഉദ്യമിക്കുന്ന ഏതൊരു കാര്യങ്ങളും സഫലീകൃതമായേ കഴിയുള്ളൂ. പിന്നീട് എനിക്ക് പ്രത്യേകം സ്വാഗതം അരുളാനുള്ളത് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ ഓരോ യതിശ്രേഷ്ഠന്മാരെയുമാണ്. അവർ എല്ലാ സൽക്കർമ്മങ്ങളിലും നമ്മോടൊപ്പം എത്തിച്ചേരുന്നവരാണ്. അവരെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പിന്നീട് എനിക്ക് സ്വാഗതം അരുളാനുള്ളത് പന്മന ചട്ടമ്പിസ്വാമി സമാധിപീഠത്തിൻ്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ശ്രീ ഗിരീഷ് കുമാറാണ്. ഗിരീഷ് കുമാർ മഴയെ അവഗണിച്ചുകൊണ്ട് തന്നെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. സ്വാഗതം ഗിരീഷ്. വിദ്യാധിരാജ ഇൻ്റർനാഷണൽ വള്ളികുന്നം അതിൻ്റെ സെക്രട്ടറി ജനറൽ ശ്രീ പെരുമുറ്റം രാധാകൃഷ്ണൻ സാർ വളരെ സമയത്ത് തന്നെ നേരത്തെ തന്നെ നമ്മൾ അരേക്കാൾ മുൻപേ ഇവിടെ വന്നു ചേർന്ന ഒരു മഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഏറ്റവും വിനയപൂർവ്വം സ്വാഗതം എഴുതിക്കൊള്ളുന്നു. പന്മന ആശ്രമത്തിലെ കൃഷ്ണമയാനന്ദ സ്വാമി പ്രായം 85 ആകുന്നതോടുകൂടി ഓർമ്മയിൽ പേരുകൾ ഓർക്കാൻ അല്പം പ്രയാസം വരുന്നുണ്ട്. അതുകൊണ്ട് സ്വാമി എന്നോട് ക്ഷമിക്കും. കൃഷ്ണമയാനന്ദ സ്വാമി സ്വാഗതം. ഏറ്റവും വിനയപൂർവ്വം അദ്ദേഹത്തിന് സ്വാഗതം നേരുന്നു. കൃഷ്ണമയാനന്ദ. പിന്നെ നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരിക്കേണ്ട ഒരാളാണ് ശ്രീ നീലകണ്ഠ തീർത്ഥപാദ ആശ്രമം ട്രസ്റ്റി സെക്രട്ടറി ശ്രീ അരുൺകുമാർ അത്യാവശ്യമായ ഒഫീഷ്യൽ ചുമതല സംബന്ധിച്ച് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പോകേണ്ടിയിരുന്നു. ഇന്നലെ വൈകുന്നേരം എന്നോടൊപ്പം ഇവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നാം സ്വാഗതം നേരുന്നു. ഡോക്ടർ രാമൻ നായർ സാർ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് മാർഗദർശിയായിട്ടുള്ള ഒരാളാണ്. സാറ് കൃത്യസമയത്ത് സാറിൻ്റെ സമയനിഷ്ഠ ഏറ്റവും സ്തുത്യർഹമായ ഉള്ളതാണ്. സാറ് ഇന്നലെ തന്നെ ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കുകൊള്ളുന്നതിന് വന്നെത്തിയിട്ടുണ്ട്. സാറിന് ഏറ്റവും വിനയപൂർവ്വം സ്വാഗതം നേരുന്നു. സർ
നമ്മൾക്ക് നമ്മുടെ സംഘടനാ നേതാക്കളായിട്ടുള്ള പല മാന്യ വ്യക്തികളും ഈ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നുയർന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് സ്വാഗതം അരുളാനുള്ളത് ശ്രീ രാജഗോപാൽ ചക്കാലയിൽ, തമ്പാൻ ചക്കാലയിൽ സർ ഒന്ന് ഏറ്റവും വിനയപൂർവ്വം സ്വാഗതമായിരുന്നു സർ. പിന്നീട് പറയാനുള്ളത് രഞ്ജിത്ത് ലാൽ, ഇവിടുത്തെ NSS പുന്നക്കുളം NSS കരയോഗത്തിൻ്റെ സെക്രട്ടറിയാണ്. എനിക്ക് നേരിട്ട് ഇവിടെ രഞ്ജിത്ത് എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ, അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിന് സ്വാഗതം നേരിട്ട്. പിന്നെ വിജയൻ സാർ പ്രൊഫസർ വിജയൻ എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം സഹകരിച്ച് എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുസ്തകങ്ങളുടെ ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമികളുടെ ഇതോടകം 5 പുസ്തകങ്ങൾ നമ്മൾ പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ പ്രായത്തിലും എന്നേക്കാൾ അല്പം പ്രായക്കുറവേ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. കണ്ണിന് കാഴ്ച കുറവില്ല, ചെവി കേൾക്കുന്നുണ്ട്. അത് സ്വാമിക്ക്, അദ്ദേഹത്തിന് തുടർന്ന് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തെയും ഏറ്റവും വിനയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അറിയിപ്പ് വേണമല്ലോ. അതിന് നമ്മോടൊപ്പം വളരെ അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രവികുമാർ ചേരിയിൽ. എനിക്ക് അദ്ദേഹത്തെ ഒരു കുഞ്ഞായിട്ട് കാണുന്ന പരിചയമാണ് കൂടുതലുള്ളത്. എൻ്റെ പ്രിയ അധ്യാപകൻ ശ്രീ വാസുനായർ സാർ, അദ്ദേഹത്തിൻ്റെ പുത്രനാണ്, ഈ നാട്ടുകാരനാണ്. രവിയെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് എനിക്ക് പരിചയമുള്ള പല മുഖങ്ങളും ഇതിനകത്തുണ്ട്. ഒന്ന് പന്മന ഉണ്ണികൃഷ്ണൻ സാർ ചട്ടമ്പിസ്വാമിയുടെ പുസ്തകങ്ങളെ പുനഃപ്രസിദ്ധീകരിക്കുന്നതിലും അവയുടെ കൂടുതൽ റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്നതിലുമായിട്ടുള്ള വളരെ വിജ്ഞാന കുതികയായിട്ടുള്ള ഒരാളാണ്. ഉണ്ണികൃഷ്ണൻ സാറും സമയത്ത് മഴയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് സാർ സ്വാഗതം. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ അറിയിപ്പ് കണ്ടിട്ട് അങ്ങ് അകലെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നെത്തിയിട്ടുള്ള സഞ്ജീവ് നീലകണ്ഠൻ, അദ്ദേഹത്തിൻ്റെ പ്രിയ പിതാവ് ശ്രീ നീലകണ്ഠൻ നായർ സർ, പിന്നെ കൂടെ വന്നിട്ടുള്ള അച്ഛൻ്റെ സഹോദരൻ, മറ്റ് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ സ്വാഗതത്തിന് എടുക്കാവൂ. നമുക്ക് സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണം കേൾക്കണം. മറ്റനേകം പേർക്ക് ഇവിടെ സംസാരിക്കേണ്ടതുണ്ട്. അങ്ങകലെ ഞാൻ വിട്ടുപോയ പേര്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ വിജയരാഘവൻ. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഇന്നലെ പുറപ്പെട്ട് ഇന്ന് കാലത്ത് ഒരുമിച്ച് ചിദാനന്ദപുരി സ്വാമികളോടൊപ്പം ഇവിടെ ട്രെയിനിൽ വന്നിറങ്ങി. ഏറ്റവും സ്നേഹപൂർവ്വം ഡോക്ടർ വിജയരാഘവനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ ഇവിടെ പ്രസന്നകുമാറിന് ഞാൻ എന്നോട് തന്നെ സ്വാഗതം പറയുന്ന പോലെ ഉള്ളൂ. അതുകൊണ്ട് പ്രസന്നകുമാറിന് ഞാൻ എന്ത് സ്വാഗതം പറയാനാണ്? ഇതെല്ലാം അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ. ഈ നാട്ടുകാരായിട്ടുള്ള എൻ്റെ നല്ലവരായിട്ടുള്ള എൻ്റെ കുഞ്ഞ് അനുജന്മാർ, അനിയത്തികൾ, നിങ്ങൾ ഏവർക്കും വേണ്ടിയുള്ളതാണ് ഈ നീലകണ്ഠ തീർത്ഥപാദ ചാരിറ്റബിൾ ട്രസ്റ്റ്. നമ്മൾ ഫോം ചെയ്യാൻ പോകുന്ന ഈ ട്രസ്റ്റ്, അത് നിങ്ങൾ നല്ല വഴിക്ക് നടത്തി അത് ഒരു മാതൃകാസ്ഥാനമായിട്ട്, വീണ്ടും ഞാൻ നാരായണ ഗുരുസ്വാമികളുടെ വാക്കുകൾ തന്നെ കടമെടുക്കട്ടെ, ഇതൊരു മാതൃകാസ്ഥാനമായി തീരട്ടെ. അതൊന്നു മാത്രമാകട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പരസ്പരമുള്ള ഭിന്നതകൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വളക്കൂറായി മാറട്ടെ. ഒരു കാരണവശാലും മാനസികമായിട്ട് അകലാതെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് വേണ്ട സഹകരണത്തോടുകൂടി ഈ ട്രസ്റ്റ് ഭാവിയിൽ നിങ്ങൾ വളരെ ഔചിത്യപൂർവ്വം തീർച്ചയായിട്ടും
മാതൃകാസ്ഥാനമായിട്ട് തന്നെ മാറ്റുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഏവർക്കും ഒരിക്കൽ കൂടി ഏറ്റവും വിനയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. മനോഹരമായി ഈ ശില്പങ്ങൾ നിർമ്മിച്ച പ്രകാശ് പണിക്കേഷ് ചെങ്ങന്നൂർ ആദരപൂർവ്വം ആ ശില്പിയെ വേദിയിലേക്ക് ആദരപൂർവ്വം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ചിദാനന്ദപുരി സ്വാമിജികൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്വാമിമാരും എല്ലാവർക്കും നമസ്കാരം. സംസാരിക്കാൻ സമയം കുറവായതുകൊണ്ട് പെട്ടെന്നൊരു കാര്യം ഞാൻ പറയാം. ഒരു ചെങ്ങന്നൂർ ഒരു ശില്പി കുടുംബത്തിൽപ്പെട്ട ആളാണ്. ശബരിമല വിഗ്രഹമൊക്കെ ചെയ്ത അയ്യപ്പ പണിക്കർ, നീലകണ്ഠ പണിക്കർ തുടങ്ങിയൊരു കൊച്ചുമകനാണ്. അപ്പോൾ നമ്മൾ നാരായണ ഗുരു സ്വാമിജിയുടെയും ചട്ടമ്പി സ്വാമിജിയുടെയും നീലകണ്ഠ തീർത്ഥപാദർ സ്വാമിജിയുടെയൊക്കെ വിഗ്രഹം ചെയ്യാൻ അവസരം കിട്ടിയത് വലിയൊരു ഭാഗ്യവും നിയോഗവുമായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ 3 പേരെയും ഒരുമിച്ച് ഒരിടത്ത് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും ഒക്കെ പ്രതിമകൾ നമ്മൾ ധാരാളം നേരത്തെ ചെയ്തിട്ടുണ്ട്. നീലകണ്ഠ തീർത്ഥപാദർ സ്വാമിയുടെ പ്രതിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു ചെറിയ ഫോട്ടോ മാത്രമേ സ്വാമിജിയുടെ ലഭിച്ചിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിഗ്രഹം പണിഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ തലേ ദിവസം നമുക്കവിടെ ചെറിയൊരു ഗ്രന്ഥപുരയുണ്ട്, ചെറിയൊരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഒരു പുസ്തകം മാത്രം ഇങ്ങനെ ഒരു അലക്ഷ്യമായിട്ട് കിടക്കുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ ആ പുസ്തകം എടുത്തൊന്ന് മറിച്ച് നോക്കിയപ്പോൾ നമ്മുടെ നീലകണ്ഠ തീർത്ഥപാദർ സ്വാമിയുടെ പടം, വളരെ മിഴിവോടുള്ളൊരു പടം കാണുകയും അത് കണ്ടിട്ട് ഞാൻ വളരെയധികം അതിശയിച്ചും പോയി. കാരണം നമ്മളവിടെ അങ്ങനെ ഒരു പുസ്തകം വരേണ്ട ഒരാവശ്യവും ഇല്ല, നമ്മൾ മേടിച്ചിട്ടില്ല. സ്വാമി എങ്ങനെയോ അത് വന്നു. പക്ഷേ വളരെ അത്യാവശ്യമുള്ളൊരു സമയത്ത് അങ്ങനെ ഒരു പടം കണ്ടത് വളരെയധികം നമുക്ക് ആ പണി ഒന്നും കൂടെ കമനീയമായിട്ട് പൂർത്തീകരിക്കാനുള്ള അവസരമായിരുന്നു. അത് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് എടുത്തു പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നന്ദി, നമസ്കാരം. ഇന്നലെയായിരുന്നു ഈ പ്രതിമകൾക്ക് കണ്ണ്, അത് അവസാനം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമിയുടെ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ ദേവാർച്ചാ പദ്ധതി എന്നൊരു പുസ്തകം ഞങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനകത്ത് ഈ സ്വാമി തന്നെ പറയുന്നുണ്ട്. അന്നേരമാണ് പ്രകാശിന് ഈ കാര്യം ഓർമ്മ വന്നത്. ഷെയർ ചെയ്തതിൽ വളരെയേറെ സന്തോഷം. ഇതിനെല്ലാം മേൽനോട്ടം വഹിച്ച് ആളിനാളായി നിന്നത് ശ്രീ ഗോപിനാഥ പിള്ളയാണ്. അദ്ദേഹത്തെ മറ്റൊരു ഗോപിനാഥനാണ്. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് പുളത്തൂർ ആശ്രമം മഠാധിപതി ആരാധ്യനായ ചിദാനന്ദപുരി തൃപ്പാദങ്ങളാണ്. ഏവരുടെയും അനുവാദത്തോടെ അനുഗ്രഹ പ്രഭാഷണത്തിനു വേണ്ടി ശ്രീ ചിദാനന്ദപുരി സ്വാമികളെ ക്ഷണിക്കുന്നു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം. ഈ ഒരു സന്ദർഭത്തിൽ ദീർഘമായൊരു ഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. ഒന്ന് മാത്രം സ്വാമികൾ എത്തുന്നുണ്ട്. ഒന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. നമ്മുടെ അനാദി
അനന്തമായ ആർഷപാരമ്പര്യത്തിൻ്റെ സകല ഭാവങ്ങളെയും സമാഹരിച്ചുകൊണ്ട് ആന്തരികമായ അദ്വൈത അനുഭൂതിയിൽ വിഹരിക്കവേ തന്നെ ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്ത് തീർത്തും അന്ധകാരാവൃതമായൊരു സ്ഥിതിയിൽ നിന്ന് നമ്മയെല്ലാം കേരളത്തെ പ്രകാശത്തിലേക്ക് പിടിച്ചുയർത്തിയ വലിയ പ്രകാശസ്തംഭങ്ങൾ. ചട്ടമ്പിസ്വാമി തിരുവടികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും അതുപോലെ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെയും ഒന്നിച്ചുള്ള ചിത്രം പ്രസിദ്ധമാണ്, ഫോട്ടോ പ്രസിദ്ധമാണ്. ആ ഫോട്ടോ ഒട്ടനവധി പ്രഭാഷണങ്ങളെക്കാൾ നമ്മോട് സംവദിക്കുന്നതുമാണ്. ഇവിടെ ഇതാ അതിൻ്റെ ഒരു സാകാര രൂപം വന്നിരിക്കുകയാണ്. ഇത് നിശ്ചയമായും ഭാവി തലമുറകളോട് സംസാരിക്കും അഥവാ സംസാരിക്കണം. ആ സംഭാഷണമാണ് നിശ്ചയമായും ഇന്നും നമ്മുടെ സമൂഹ മനസ്സിൽ ശേഷിച്ച അന്ധകാരത്തെ നീക്കേണ്ടത്. ആ അന്ധകാരം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ശ്രീനാരായണ ഗുരുദേവൻ പ്രബുദ്ധ കേരളം മാസികയിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. അത് പ്രസിദ്ധമായ നമുക്ക് ജാതിയില്ല എന്നുള്ള വിളംബരമാണ്. ആ അന്ധകാരത്തെ തീർത്തും നീക്കാൻ സമർത്ഥമാണ് ഈ 3 മൂർത്തികൾ ഒരു പീഠത്തിൽ ആസനസ്ഥനായിരിക്കുന്ന ഈ മണ്ഡപം. തീർച്ചയായിട്ടും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഈ ഒരു സങ്കല്പം ആരിൽ ഉയർകൊണ്ടോ ആ ശാന്താപിള്ള, ഗോപിനാഥൻ പിള്ള ധാർമ്മിക പ്രവൃത്തികളിൽ ഒട്ടനവധി പ്രവർത്തിക്കുന്ന അവരെ ഹർദ്ദമായി അഭിനന്ദിക്കട്ടെ. ഹർദ്ദമായി, ഇതിൽ യാതൊരു വളച്ചുകെട്ടുമില്ല. കാരണം ഇത് വലിയൊരു സന്ദേശമാണ്. വഴൂർ തീർത്ഥപദാശ്രമം മഠാധിപതി പ്രജ്ഞാനാനന്ദ തീർത്ഥപദസ്വാമികൾക്ക് ശ്രീ ഗോവിന്ദാധൻ അവർ ആരാർപ്പണം നൽകി പൂർണ്ണകുംഭം നൽകി ഭക്തി ആദരപൂർവം വേദിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സന്ദേശം നമ്മുടെ സമാജ മനസ്സിൽ നിന്ന് എല്ലാ ഇരുട്ടിനെയും നീക്കി ആ പ്രകാശസ്തംഭങ്ങളുടെ യഥാർത്ഥ ഭാവത്തെ തിരിച്ചറിയാനുള്ള സന്ദേശം ഉൾക്കൊള്ളാൻ ഇത് സഹായിക്കട്ടെ. ചട്ടമ്പി സ്വാമികൾ ഒരു പക്ഷേ അതിനു മുമ്പ് നമുക്ക് കേട്ടറിവില്ല. സ്വന്തം ശിഷ്യൻ്റെ സമാധിസ്ഥാനം പ്രതിഷ്ഠിച്ചത്. ഒരു വാക്യം പ്രസിദ്ധമാണ്, നീലൻ നമ്മുടെ മുമ്പിൽ 2ാം തവണയാണ് ഇരിക്കുന്നതെന്ന്.
നമ്മുടെ മുമ്പിൽ രണ്ടാം തവണയാണ് ഇരിക്കുന്നതെന്ന്. ഇവിടെ മുമ്പിലല്ല, പാർശ്വത്തിൽ സ്ഥിരം ഇരിക്കുക. ഏതായാലും മുമ്പിലല്ല. മുമ്പിൽ രണ്ടാം തവണയാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹൃദയത്തിലിരിക്കുക എന്നാണല്ലോ. വളരെ ഉചിതമായി എന്ന് മാത്രം പറയുന്നു. ദീർഘമായി വിഷയാന്തരങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം മുൻകൂട്ടി ഏറ്റുപോയ പരിപാടിയുടെ സമയം വാസ്തവത്തിൽ അതിനനുസൃതമായിട്ടാണ് ഇതെല്ലാം രൂപപ്പെട്ടു വന്നത്. വള്ളികുന്നത്ത് അവിടെ നമ്മൾ തുടങ്ങാമെന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം ഇവിടുത്തെ മഴയുടെ അന്തരീക്ഷമൊക്കെ. ഏതായാലും എല്ലാം ഭംഗിയായി. വീണ്ടും വീണ്ടും ഹൃദയത്തിൽ നിന്ന് ഒന്നേ പറയാനുള്ളൂ, ഭാവി തലമുറകളോട് സമാജ മനസ്സിലെ ഇരുട്ട് നീങ്ങത്തക്ക സംഭാഷണം ഈ മൂന്ന് മൂർത്തികളും ഇവിടെ ഇരുന്ന് ചെയ്യട്ടെ. അതിനുള്ള അവസരം മുതിർന്നവരുണ്ടാക്കി കൊടുക്കണം. ആ കർത്തവ്യം മുതിർന്നവരുടേതാ. നമ്മുടെ മക്കൾക്ക് ആ സംഭാഷണം ശ്രവിക്കാനുള്ള സൗഭാഗ്യം. എല്ലാവർക്കും നമസ്കാരം. രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി, വിദ്യാധിരാജ ഇന്റർനാഷണൽ, അദ്ദേഹം ആശംസ പ്രസംഗം നടത്തും. ആദരണീയനായ ശ്രീ ഗോപിച്ചേട്ടൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, പ്രിയമുള്ള നാട്ടുകാരെ, സഹപ്രവർത്തകർ, ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് സംസാരിച്ചതാണ്. കാരണം ഇന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു വലിയ ചടങ്ങ് വള്ളികുന്നത്ത് വിദ്യാധിരാജപുരത്ത് 11 മണിക്ക് നമ്മൾ തീരുമാനിച്ചിരിക്കുക. ഇതൊക്കെ ഗോപിച്ചേട്ടൻ മുമ്പേ പറഞ്ഞത് തന്നെ ചരിത്ര നിയോഗമെന്നേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം 1921 നീലകണ്ഠ തീർത്ഥപദസ്വാമികളുടെ സമാധിയാകുന്നത്. ചട്ടമ്പി സ്വാമികൾ സമാധി ഇരുത്തുന്നു. അതിനുശേഷം കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ സന്ദർശിക്കുന്നു. ഇതൊക്കെ ഒരു 100 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും പുനഃക്രമീകരിച്ചു വരികയാണ്. 1907 നീലകണ്ഠ തീർത്ഥപദസ്വാമിയുടെ നേതൃത്വത്തിൽ വള്ളികുന്നത്ത് ആറമ്പിൽ വീട് കേന്ദ്രീകരിച്ച് അദ്വൈത സഭ നടക്കുന്നത്. SNDP യോഗത്തിൻ്റെ ബൈലോ റഫ് എഴുതി കൊണ്ടുവന്ന് അവിടെ വെച്ചാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. വളരെ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളൊരു മേഖല ഈ കരുനാഗപ്പള്ളി, ഓച്ചിറ, മാവേലിക്കര. ഇതൊക്കെ ഒരു കാര്യം നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ ചരിത്രം അറിയാവുന്നത്. എത്രയോ വലിയ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നതാണ് സുബ്രഹ്മണ്യം പോറ്റി. എന്തെല്ലാം പ്രാധാന്യമുള്ള എത്രയോ പുസ്തകങ്ങൾ. എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട് ഞാൻ ഈ ആശ്രമത്തിൽ വരുമ്പോൾ പലപ്പോഴും. കാരണം ഇതൊക്കെ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വാഴൂർ ആശ്രമത്തിൽ നിന്നും മറ്റേതും മറിച്ചതൊക്കെ. നമ്മുടെ ആളുകൾക്കൊക്കെ മറ്റ് പല കാര്യങ്ങളിലും ആ താല്പര്യം. എങ്ങനെയെങ്കിലും ഒക്കുമെങ്കിൽ, ഞാനൊരു വാക്ക് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം, ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കളെയും കൂടെ ഒന്ന് പുറത്താക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള സൗകര്യം വോട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കണം. മനസ്സിലായില്ലേ? അതിലാണ് നമുക്ക് താല്പര്യം. പിന്നെ നമ്മൾ വാഗ്ധോരണികൾ കൊണ്ട് ഇങ്ങനെ അഴിഞ്ഞങ്ങാടുകയാണ്. ഒന്നും അല്ല വേണ്ടേ. നമ്മളൊരു പരിശോധന നടത്താൻ തയ്യാറാണ്. ഞങ്ങളൊരു ചെറിയ പരിശോധന നടത്തി വള്ളികുന്നത്ത്. ഇങ്ങനെ മണ്ണൊന്ന് മാറ്റി നോക്കി. വള്ളികുന്നത്തെ മണ്ണ് മാറ്റി നോക്കിയപ്പോൾ 1924 തോപ്പിൽ ഭാസിയും കാമ്പിശ്ശേരി കരുണാകരനും ഒക്കെ ജനിച്ചത്. 1924 വരെ അവിടെ പ്രവർത്തിച്ച ചട്ടമ്പി സ്വാമികളെ പറ്റിയോ അല്ലെങ്കിൽ നാരായണ ഗുരുദേവനെ പറ്റിയോ അല്ലെങ്കിൽ നീലകണ്ഠ തീർത്ഥപാദസ്വാമിയെ പറ്റിയോ അവിടെയൊന്നും ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ആ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായ ഒരു തിരിച്ചുവരവിൻ്റെ സമയത്താണ് നമ്മൾ. കോവിച്ചേട്ടന് അമേരിക്കയിൽ പോയിട്ട് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ വേണ്ടി ഇതൊക്കെ ഞങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതൊക്കെ ആ ചൈതന്യമാണ്. ഇതൊരു ശ്രേഷ്ഠ സന്നിധിയാണ്. എൻ്റെ ശരീരം അല്ലാതെ കൂരിത്തിരിക്കുന്നു. കാരണം ഞാൻ ഈ സന്നിധിയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരവസ്ഥയും എൻ്റെ പ്രവർത്തനത്തിലുണ്ടായിട്ടില്ല. പക്ഷേ ഈ നാട്ടിൽ എത്ര പേർക്ക് ഇതിൻ്റെ മഹത്വം അറിയാം? നീലകണ്ഠ തീർത്ഥപാദസ്വാമിയുടെ ഈ മണ്ഡപത്തിൽ ഇവിടുത്തെ ഈ പ്രതിഷ്ഠയുടെ മഹത്വം എത്ര പേർക്കറിയാം? നിങ്ങൾ അനുഭവിച്ചറിയണം. നിങ്ങൾ ഈ സന്നിധിയിൽ വന്ന് അനുഭവിച്ചറിയണം. നിങ്ങളുടെ ഒരു കാര്യത്തിനും ഒരു മുടക്കവും ഈ സന്നിധിയിൽ ഉണ്ടാകത്തില്ല. ആ സന്നിധിയിൽ തന്നെ ഇത്രയും ത്യാഗം സഹിച്ച് ഈ 85-ാമത്തെ വയസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും നമ്മളെല്ലാവരും കൊടുക്കണം. ഒരു ഭാവഭേദവും ഇല്ലാതെ നമുക്ക് ഒന്നായിട്ട് പ്രവർത്തിക്കണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാസുദേവായ. ഓം നമോ ഭഗവതേ വിദ്യാധിരാജായ.
ശ്രീ നീലകണ്ഠ തീർത്ഥപാദാശ്രമത്തിൻ്റെ അതിനോട് ചേർന്ന് തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ചട്ടമ്പി സ്വാമി തിരുവള്ളിയുടെയും നാരായണ ഗുരുദേവൻ്റെയും നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെയും ഒരു സമാഗമം ഒരുമിച്ച് ഇവിടെ വന്നാൽ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു മണ്ഡപവും പ്രതിഷ്ഠയും. ഈ മണ്ഡപം തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ വന്നത് കണ്ടതാണ്. പ്രതിഷ്ഠ ഇതൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ നിത്യാനുഗ്രഹമുള്ള ഈ മണ്ണിൽ ഇവിടെ വന്നു ചേർന്ന് ഇതിൻ്റെ ഈ പുണ്യത്തിൻ്റെ ഭാഗഭാക്കാകാൻ അവസരം ലഭിച്ച നമ്മളെല്ലാവരും ധന്യധന്യരാണ്. ഇന്ന് പ്രത്യേകിച്ചും വള്ളികുന്നത്ത് ആറമ്പിൽ ആ ഭാഗത്തൊക്കെ ചട്ടമ്പി സ്വാമികൾ വളരെ കാലം ചെലവഴിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തും ഒരു പരിപാടി നടക്കുന്നുണ്ട്. അവിടേക്കും പോകണം. കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കുന്നില്ല. എനിക്ക് നേരത്തെ എത്തിച്ചേരാൻ സാധിച്ചില്ല. സമയം വളരെ വൈകിപ്പോയി. മഴയുടെ റോഡിലെ തിരക്കും അവിടെ നിന്ന് പുറപ്പെടാനുണ്ടായ താമസവും എല്ലാം അതിന് കാരണമാണ്. അങ്ങനെ എല്ലാം ഭഗവാന്റെ ഒരു നിയോഗം ചട്ടമ്പി സ്വാമികളുടെയും നാരായണ ഗുരുദേവൻ്റെയും നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെയും ആശ്രമങ്ങളൊക്കെ സ്ഥാപിച്ച തീർത്ഥപാദ പരമഹംസ സ്വാമികളുടെയും ഒക്കെ ആ അനുഗ്രഹം, അതാണ് നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത്, എന്നും ഓർത്തിരിക്കേണ്ടത്. അതിനുള്ള ഈ സുവർണാവസരം ഈ ചിദാനന്ദപുരി സ്വാമിജി പറഞ്ഞതുപോലെ ഇവിടെ സത്സംഗങ്ങൾ കൂടെ നടക്കുകയും അതിപ്പോഴത്തെ ചെറുതലമുറയ്ക്ക് അത് കേട്ട് ആവേശം ഉൾക്കൊണ്ട് അവരുടെ ഭാവി തലമുറകൾക്കും അത് പകർന്നു കൊടുക്കുവാനുള്ള ഒരു വേദിയായി ഇവിടം തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും അധികം സംസാരിക്കുന്നില്ല. സമയത്തിൻ്റെ അഭാവം കൊണ്ട് ചട്ടമ്പി സ്വാമികളുടെ ആ അനുഗ്രഹം അത് നമുക്കെല്ലാം ജീവിതത്തിൽ ഒരു ഉയരങ്ങളിൽ എത്തിച്ചേരുവാനുള്ള ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ അരുളി ചെയ്തതുപോലെ തന്നെ വേദത്തിലും ഉപനിഷത്തുകളിലുമൊക്കെയും പറയുന്നത് തത്സൃഷ്ട്വാതദേവാനുപ്രാവശ്യ, ജീവൻ്റെ ഈ ഉപാധിയെ സൃഷ്ടിച്ചിട്ട് അതിൽ ജീവരൂപത്തിൽ പ്രവേശിച്ചത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാനാണ് ഇതിനെ സൃഷ്ടിച്ചത്. ഇതിൽ ഈശ്വരന് തന്നെയാണ് ജീവരൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ആ ജീവനെ കണ്ടെത്തി ജീവനും പരമാത്മാവും വേറെ വേറെയല്ല ഒന്ന് തന്നെ എന്ന് അറിഞ്ഞ് നമ്മളുടെ ജന്മം സഫലമാക്കുക എന്നുള്ളത് മനുഷ്യജന്മത്തിൻ്റെ പരമമായ പ്രയോജനമാണ്. അതിന് ഇത് ഒരു പ്രേരകമായി ഒരു വഴികാട്ടിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തേ നമഃ. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം തത്സത്. ഹരി ഓം. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമ. ഹിമാലയത്തിൽ സ്പർശമണി അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. സങ്കല്പമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഈ സ്പർശമണിയുടെ പ്രത്യേകത, അതിൽ ഇരുമ്പ് സ്പർശിച്ചാൽ അത് സ്വർണ്ണമായി മാറുന്നുണ്ട്. അവിടെയുള്ള ആട്ടിടയന്മാർ അവരുടെ ആടുകളുടെ കഴുത്തിലല്ല മണി കെട്ടുക, കാലിലാണ്. അത് ഇരുമ്പിൻ്റെ മണിയാണ് കെട്ടുക. എപ്പോഴെങ്കിലും അത് കാട്ടിലുമൊക്കെ കയറി നടക്കുമ്പോൾ ഈ സ്പർശമണി അവിടെ ഉണ്ടെങ്കിൽ അതിൽ സ്പർശിച്ച് അത് സ്വർണ്ണമാവട്ടെ. ഒരു ശ്ലോകമുണ്ട്, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: സ്പർശമണിക്ക് ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. എന്നാൽ ഗുരുവിന് തന്നെ സമീപിക്കുന്ന ശിഷ്യനെ തന്നെപ്പോലെയോ തന്നേക്കാൾ അധികമായോ ആക്കി മാറ്റുവാനുള്ള കഴിവുണ്ട്. അപ്പോൾ സ്പർശമണിയേക്കാൾ എന്തുകൊണ്ടും ഗുരു തന്നെയാണ് പ്രധാനം
എന്ന്. അതാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഋഷിത്രയ പീഠ സ്ഥാനത്ത് വന്നെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചിന്ത അതായിരിക്കണം. കാരണം മഹാപുരുഷ സംശയം അത് നരജന്മത്തിൽ ഏറ്റവും ഉത്തമം തന്നെയാണ്. മുമുക്ഷുത്വം ഉണ്ടായാൽ പോരാ, അതുകൊണ്ട് മഹാപുരുഷ സംശയം ഉണ്ടാകണം. അങ്ങനെ മഹാപുരുഷ സംശയം കൊണ്ട് തന്നെ മഹത്തുക്കളായി തീർന്ന മഹാത്മാക്കൾ 3 പേരുടെയും സാന്നിധ്യമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ആധ്യാത്മികതയിൽ സാലൂക്യം ഇവിടെ വന്നെത്തുന്നവർക്ക് ഒരേ ലോകത്ത് ആ ഋഷിവരന്മാരുടെ ലോകത്തിലെത്തിച്ചേരാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സാമീപ്യവും അതോടൊപ്പം തന്നെ ഭാവ തുല്യതയോടുകൂടി സാരൂപ്യവും അനന്തരം സായുജ്യവും ലഭിക്കുവാൻ ഈ ഋഷി പീഠം നമുക്ക് ഉതകുമാറാകട്ടെ എന്ന് സകല ഗുരുപരമ്പരയുടെയും പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികൾ, കൃഷ്ണമാനന്ദ സ്വാമികൾ, ഏറ്റവും പ്രിയപ്പെട്ട ഗോപിച്ചേട്ടൻ, ഡോക്ടർ രാമനായരേട്ടൻ, ഈ സദസ്സിലേക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഒരു പിറവിക്കാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സന്തോഷമാണ് നമുക്കുള്ളത്. പക്ഷേ വ്യത്യാസം ഇവിടെ 3 മഹാഗുരുക്കന്മാരാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് പലതും, പക്ഷേ ഇത് ഒരു പ്രതിഷ്ഠയായിട്ട് നമ്മൾ ആദ്യമാണ് കാണുന്നത്. ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആശ്രമം കാണുമ്പോൾ 102 വർഷത്തിന് മുമ്പ് ചട്ടമ്പിസ്വാമി നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളെ സമാധി ഇരുത്തുമ്പോൾ, പത്മാസനത്തിലിരുത്തുമ്പോൾ ചട്ടമ്പിസ്വാമിയുടെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. നദി പോലെ കണ്ണീരൊഴുകുകയാണെന്ന്. സ്വാമികൾ സാധാരണ അങ്ങനെ കരയാറില്ല. പക്ഷേ ഒരു ശിഷ്യനെ സമാധി ഇരുത്തുമ്പോൾ ഒരു സംഭവിക്കുന്ന ആയിരിക്കണം ഇങ്ങനെ. അതുപോലെയാണ് ഇന്ന് രാവിലെ ഈ അന്തരീക്ഷം തന്നെ, പ്രകൃതി തന്നെ വളരെ സന്തോഷം കൊണ്ടാണ് ഇന്ന് പ്രകൃതി തന്നെ കനിഞ്ഞ് ആ മഴ പെയ്തത് ആ സമയത്ത്. ഇതെല്ലാം ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന് എല്ലാവിധ ആശംസകളും ഗോപിച്ചേട്ടന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ സാധിച്ചത് എന്നുള്ളതാണ് സത്യം. ഗോപിച്ചേട്ടൻ്റെ കാര്യം ഒരു വാക്ക് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. സമാധിയുടെ തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് എന്നെ വിളിച്ചിരുന്നു. ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും അമേരിക്കയിലുള്ളവരും ലണ്ടനിലുള്ളവരും ലോകം മൊത്തം ഉള്ളവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഓൺലൈൻ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ വെള്ളിയാഴ്ച ഉണ്ടാകും, അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പല ദിവസവും കയറിയിട്ടുണ്ട്. എല്ലാ ദിവസവും എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗംഭീര പ്രസംഗങ്ങളായിരുന്നു അതിൽ കൂടി ഓരോ ജ്ഞാനികളും കാഴ്ചവെച്ചത്. അത് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഗോപിച്ചേട്ടൻ അന്ന് തൊട്ടല്ല പണ്ട് തൊട്ടേ എല്ലാ സമാധിക്കും പന്മന ആശ്രമത്തിൽ വരാൻ പറ്റുമെങ്കിൽ അമേരിക്കയിൽ നിന്ന് എത്തുമായിരുന്നു. ഒരു മടിയുമില്ലാതെ അദ്ദേഹം ധനത്താലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമീപ്യത്താലും ഈ പ്രസ്ഥാനങ്ങളെ ഊട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഗോപിച്ചേട്ടന് എല്ലാ അനുഗ്രഹങ്ങളും ഒരു 100 വയസ്സ് വരെ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹമെങ്കിലും കൊടുക്കണേ എന്ന് ഞാൻ ഈ സമാധിയുടെ പ്രതിഷ്ഠയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തെ പോലെ ഉള്ളവർ ഇവിടെ ഉണ്ടായാലേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും ആൾക്കാർ ഇതിനൊന്നും തുനിയില്ല. അവരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പുറവിന് പോകാനാണ് അവർക്ക് താല്പര്യം, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുക്കൾ. അതുകൊണ്ട് നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞാണ് സംഭവം. അതേപോലെ ഇങ്ങനെയുള്ള മനസ്സുകൾ വളരെ കുറവാണ്. സന്യാസിമാർക്ക് ഇതൊക്കെ ചെയ്യാൻ ഒരു പരിധിയുണ്ട്. അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാനേ പറ്റൂ. പക്ഷേ നമ്മളെപ്പോലുള്ള മറ്റ് ജനങ്ങളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ പിന്നിൽ നിൽക്കേണ്ടത്. അതിലൊരു മനസ്കനായിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് ഈ ഗോപിച്ചേട്ടൻ എന്നുള്ളത്. അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നമസ്കരിക്കും. ഇനിയും അദ്ദേഹത്തിന് ഇതുപോലുള്ള ആശ്രമങ്ങൾ ഒരുപാടുണ്ടാവണ്ട, ഉള്ള ആശ്രമങ്ങൾ ഗംഭീരമാക്കി അത് കൊണ്ടുപോകട്ടെ, ജനങ്ങൾക്കത് ഒരു മാതൃകയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഓം വിദ്യാധിരാജായ നമ. ഇതൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്, ഇവിടെ മുമ്പ് എല്ലാവരും പറഞ്ഞതുപോലെ. അതുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ സംസാരിക്കാനുള്ള അർഹതയൊന്നുമുള്ള ആളല്ല ഞാൻ. ഭക്തിയും അധികം ഇല്ലാത്തൊരാളാണ്. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ കാണുന്നത് ഈ പറഞ്ഞതിലൊക്കെ ഉപരിയായി 150 വർഷത്തിന് മുമ്പുള്ള ഒരു സംഭവമാണ് ഈ പ്രതിഷ്ഠകളും ഈ സദസ്സും ഓർമ്മിപ്പിക്കുന്നത്.
150 വർഷത്തിന് മുമ്പ് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ജാതിയുടെ മാത്രം പേരിൽ എല്ലാവരും അവഗണിച്ച് മുന്നോട്ടുള്ള പോക്ക് സ്പിരിച്വൽ പാത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ സ്വാമികൾ സ്വീകരിക്കുകയും നാരായണ ഗുരുവിനെ തന്നെ ആ സ്പിരിച്വൽ പാത്തിൽ മുകളിലേക്ക് കൊണ്ടുപോവുകയും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട ശക്തിയും ഗൈഡൻസും ഒക്കെ കൊടുക്കുകയും ചെയ്തു. ഇതാണ് കേരളത്തിൽ നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഒരുമിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. അത് നമ്മൾ അതിനുശേഷം മറന്നുപോയി. ഇവർ രണ്ടുപേരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ച 2 ശരീരങ്ങളാണ്. അവർക്ക് തമ്മിൽ ഒരു വ്യത്യാസമില്ലായിരുന്നു. അവരുടെ ഉദ്ദേശം തന്നെ ഈ 2 പേരുടെയും കൂടെയുള്ള ആളുകൾ, ഈഴവരും നായന്മാരും ഒരുമിക്കുകയും അത് കഴിഞ്ഞ് എല്ലാ ഹിന്ദു സമൂഹങ്ങളും അവരോടൊപ്പം ഗ്രാജുവലി ചേരുമെന്നുള്ളൊരു സ്വപ്നത്തോടുകൂടെയാണ് ഈ 2 പേരും പ്രവർത്തിച്ചിരുന്നത്. അത് 150 വർഷത്തിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. പിന്നെ അവരെ നമ്മൾ പലതരത്തിലും ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഈ സമൂഹം എല്ലാം പ്രത്യേകം പോയി പല ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവരെന്തിനു വേണ്ടിയാണോ ജീവിച്ചത് അതിനെതിരായിട്ടാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അണിയൂർ ക്ഷേത്രത്തിൽ നടന്ന ആ സംഭവം ശരിക്കും ഗോപി സാറ് ഇവിടെ അതുപോലെ ഒരു സ്വരുമിപ്പാണ് ഇവിടെ അദ്ദേഹം നമ്മുടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇവിടെ വച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഭക്തിക്ക് താഴെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവരെന്താണോ ഉദ്ദേശിച്ചിരുന്നത് അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ വിചാരിച്ചതുപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കേരള ചരിത്രം തന്നെ മാറിപ്പോയനെ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു പ്രയാസങ്ങളും ഹിന്ദു സമൂഹത്തിന് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ മറന്നു. ഈവൻ ആ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് അണിയൂർ ക്ഷേത്രത്തിന് തന്നെ മറക്കാൻ ഒരു പിൽഗ്രിം റൂട്ടിനകത്ത് അണിയൂർ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ജനങ്ങൾ ഓർമ്മിക്കാതിരിക്കാൻ ആ ക്ഷേത്രത്തിൽ വെച്ചുള്ള ആ സംഭവത്തിനെ തന്നെ മായ്ച്ച് പിൽഗ്രിം റൂട്ടിൽ നിന്ന് അത് മായ്ക്കാനാണ് നമ്മുടെ എല്ലാ ആളുകളും ഇന്ന് ശ്രമിച്ചത്. അതുകൊണ്ട് ആ പിൽഗ്രിം റൂട്ടിൻ്റെ ആ പ്രോജക്റ്റ് തന്നെ അണിയൂർ ക്ഷേത്രം എടുത്ത് മാറ്റിയതുകൊണ്ട് അത് നടന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത്രയും മഹത്തായ ധീരമായ ഒരു പ്രവൃത്തിയാണ് സാർ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ ചരിത്രം ഓർമ്മിപ്പിക്കുകയും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുകയും ചെയ്യുമെന്നും ഹിന്ദു സമൂഹത്തിന് അത് വലിയ ഒരു ഗുണം നാളെ ചെയ്യുമെന്നാണ് ഇവിടം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് ഞാൻ അദ്ദേഹം ചെയ്ത ഈ മഹത്തായ കാര്യത്തിന് ആശംസയൊന്നും അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാനൊന്നുള്ള അർഹതയൊന്നുമില്ല. ഞാനൊരു വളരെ സാധാരണക്കാരനാണ്. ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് സ്വപ്നം കാണാൻ കൂടെ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ അനുഗ്രഹീതമായ ഈ മുഹൂർത്തത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നതിന്. നന്ദി, നമസ്കാരം. ഇന്നിവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബ്രഹ്മശ്രീ പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമികൾ, ബ്രഹ്മശ്രീ ചിദാനന്ദപുരി സ്വാമികൾ, ഈ പുണ്യമായ പ്രതിഷ്ഠ ഇവിടെ നടത്തുന്നതിന് ഹേതുവായ ശ്രീ ഗോപിനാഥ പിള്ള സാർ അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സന്യാസി ശ്രേഷ്ഠരെ, എൻ്റെ സഹോദരന്മാരെ, വളരെ അത്യപൂർവമായ ഒരു കർമ്മമാണ് ഈ പുണ്യഭൂമിയിൽ ഇന്ന് നടന്നത്. അത്യപൂർവം എന്ന് പറയുന്നത് ഒരു കാലത്ത് സതീർത്ഥ്യരും സമശീർഷരും സമാന മനസ്കരുമായിരുന്ന ശ്രീനാരായണ ഗുരുവും വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ പ്രഥമ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെയും പ്രതിഷ്ഠ ഒരേ മണ്ഡപത്തിൽ, ആ പ്രതിഷ്ഠാ ത്രയങ്ങൾ സകാരം കൊണ്ട് നമ്മളുടെ മുൻപിലിരിക്കുമ്പോൾ അവർ നൽകിയ സന്ദേശങ്ങൾ, അവർ ലോകത്തിനു വേണ്ടി നൽകിയ സന്ദേശങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം നമുക്ക് സ്മരിക്കാം. രണ്ടുപേരും ഏതാണ്ട് സമാന മനസ്കരായിരുന്നു, സമാനമായ കാര്യങ്ങളിലായിരുന്നു പോയിരുന്നത്. ചില കാര്യങ്ങളിൽ ഒഴികെ ഏതാണ്ട് ഈ സാധാരണ പറയുന്ന പോലെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടും നവോത്ഥാന നായകന്മാരായിട്ടും എഴുത്തുകാരായിട്ടും എല്ലാം അവർ ഒരുമിച്ച് പോയി. എങ്കിൽ പോലും കാഷായമോ കമണ്ടലുവോ ഇല്ലാതെ സന്യാസിമാരായിരുന്നവർ, ഒരേ കാര്യങ്ങളിൽ തന്നെ സമുദായത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടപൊരുതിയവർ, മഹത്തായ സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയവർ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരേ ആശയത്തിലുള്ള ഇവരുടെ ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഈ ധന്യമുഹൂർത്തം ഒരു വഴിയാട്ടിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് ഈ മണ്ഡപവും അതിനുവേണ്ടി ഈ നീലകണ്ഠ തീർത്ഥപാദ ആശ്രമത്തോട് അനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും നീലകണ്ഠ തീർത്ഥപാദരുടെയും
ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ലക്ഷ്യമായി വന്ന ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്കും എല്ലാ നന്മകളും ഭാവുകങ്ങളും ആശംസിക്കുന്നു. അങ്ങനെ ഈ ഗുരുദേവന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ്. അന്ന് അദ്ദേഹം അവിടെ എഴുതി വെച്ച വാക്കുകൾ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് അരുവിപ്പുറത്ത് എഴുതി വെച്ചെങ്കിൽ ഇന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ പ്രതിഷ്ഠയുടെ മുന്നിലും അതേ വാചകം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് അന്വർത്ഥമാകട്ടെ, നമ്മുടെ നാട്ടിൽ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സോദരത്വേന വാഴുന്നതിന് ഒരവസരമുണ്ടാക്കാൻ ഇത് പര്യാപ്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുണ്യമായ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ ഭാരവാഹികളെ ോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് പുന്നക്കുളം 2937 നമ്പർ SNDP ശാഖയുടെ എല്ലാ സഹായവും സഹകരണവും എപ്പോഴും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഏവരുടെ അനുവാദത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും പിന്മാറുന്നു. ഓം വിദ്യാധിരാജായ നമഃ. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാക്കാൻ കഴിഞ്ഞതിൽ അതീവ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇത്തരമൊരു ആശയം മനസ്സിൽ സ്വരൂപിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഗോപി സാറിനെ സർവ ആദരങ്ങളോടും കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് കേരളത്തിന് മാതൃകയാവട്ടെ. ഈ ഒരു പ്രതിമ വന്നതോടുകൂടി ഒരുപാട് സംശയങ്ങൾ എന്നേക്കുമായി ദൂരീകരിക്കാനും സത്യത്തിൻ്റെ പ്രകാശം, നോളജിൻ്റെ കണക്ടിവിറ്റി, സത്യം, നോളജ് എല്ലാം നമ്മളിലേക്ക് പകരാൻ ഈ ഒരു പ്രതിഷ്ഠ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ പ്രജ്ഞാനന്ദ സ്വാമികൾ, കൃഷ്ണാനന്ദമയ തീർത്ഥ സ്വാമികൾ, വേദിയിലും സദസ്സിലുമുള്ള ഇതിവര്യന്മാർ, പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഇവിടെ എല്ലാവരും, വേദിയിലിരിക്കുന്ന എല്ലാവരും വാഴമുട്ടത്തേക്ക് പോകേണ്ടവരാണ്. ക്ഷമിക്കണം, വള്ളികുന്നത്തേക്ക് പോകേണ്ടവരാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രത്യേകിച്ചും വിശദമായി ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് വാചകങ്ങൾ പറയണമല്ലോ. കാരണം എന്നെ വാളാനിക്കാട് ഫാമിലി ട്രസ്റ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഇവിടെ രാംനാഥ് സാർ പറഞ്ഞ പോലെ 1882 തോന്നുന്നു ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികളെ അനിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കാണുകയും പിന്നീട് അവർ തുടർന്ന് ഏതാണ്ട് ഒരു ദശകത്തോളം ഒന്നിച്ച് സഞ്ചരിക്കുകയും മരുത്വാമലയിൽ പോയി തപസ്സരിക്കുകയും അതിനുശേഷം മരുവപ്പുറത്ത് വന്ന് ചട്ടമ്പിസ്വാമികളുടെ അനുഗ്രഹത്തോടുകൂടി തന്നെ ശിവലിംഗ പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം അതുപോലെ തന്നെയാണ് നീലകണ്ഠ തീർത്ഥപാദസ്വാമികളും ചട്ടമ്പിസ്വാമികളും തമ്മിലുള്ള ബന്ധവും. 1892 ആദ്യമായി നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ മൂവാറ്റുപുഴയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ സമീപിക്കുന്നതും വിഷചികിത്സയിൽ അദ്ദേഹത്തിനുള്ള സംശയങ്ങൾ ചോദിക്കുന്നതും. ഞാൻ ഭാഗ്യവശാൽ നീലകണ്ഠ തീർത്ഥപാദസ്വാമിയുടെ പൂർവാശ്രമത്തിലെ ജനിച്ചയാളാണ്. എൻ്റെ അമ്മയുടെ അമ്മാവനായിരുന്നു പൂർവാശ്രമത്തിൽ നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ. അവരെല്ലാം വലിയ വിഷചികിത്സകരായിരുന്നു. അങ്ങനെ വിഷചികിത്സയിലുള്ള സംശയം തീർക്കുന്നതിന് വേണ്ടിയാണ് നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ, കൊച്ചു നീലകണ്ഠൻ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ചട്ടമ്പിസ്വാമികളെ സമീപിക്കുന്നതും പിന്നീട് തൻ്റെ 24-ാമത്തെ വയസ്സിൽ ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ലോകമറിയപ്പെടുന്ന ഒരു സംസ്കൃത പണ്ഡിതനായ അദ്ദേഹം മാറിയത് ചട്ടമ്പിസ്വാമിയുടെ ശിക്ഷണത്തിലാണ്. വിദേശ സർവകലാശാലകളിലും അദ്ദേഹത്തിൻ്റെ സംസ്കൃത പുസ്തകങ്ങൾ പാഠ്യവിഷയമായിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പലതും ഞങ്ങളിപ്പോൾ ആശ്രമത്തിൽ നിന്ന് പുനഃപ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോപി സാർ സൂചിപ്പിച്ചതുപോലെ 5ഓളം കൃതികൾ പുനഃപ്രകാശനം ചെയ്തു കഴിഞ്ഞു. മറ്റുള്ളവരുടെ
വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു അത്യപൂർവമായ ഒരു മുഹൂർത്തമാണ്. കാരണം നമുക്കൊരിടത്തും ഇവരുടെ 3 പേരുടെയും കൂടിയുള്ള പ്രതിമ കാണുവാൻ സാധിക്കില്ല. ചട്ടമ്പി സ്വാമികളുടെ പ്രതിമകളുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമകളുണ്ട്. ഇവരുടെ 2 പേരുടെയും കൂടി എനിക്ക് തോന്നുന്നു ഒരു MKK നായർ സ്മാരകത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ഗോപിസാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് 3 നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ പ്രതിമ ആദ്യമായിട്ടാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഇത് സ്ഥാപിച്ച ഗോപിസാറിനും ഞാനിതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഗോപിസാർ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം ആലോചിച്ച് ഗോപിസാറും ഞാനും പ്രസന്നകുമാറും എല്ലാം കൂടി ആലോചിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതിൻ്റെ സാറിൻ്റെ പുറകിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും താല്പര്യവും എനിക്കറിയാം. ശാന്ത ചേച്ചിയും ഞങ്ങളെല്ലാവരും പ്രൂഫ് റീഡിങ്ങിന്, പ്രത്യേകിച്ചും ചട്ടമ്പി സ്വാമിയെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഞങ്ങൾ സൂമിൽ മീറ്റിങ്ങിലുണ്ട്. ഇപ്പോഴും ഉണ്ട്, രാവിലെയും വൈകിട്ടും സൂം മീറ്റിങ്ങിലുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോപി സാറിന് ദീർഘായുസ് മാത്രമല്ല, അതിനുള്ള എല്ലാ ആരോഗ്യവും ആയുരാരോഗ്യത്തോടുകൂടി അദ്ദേഹം വളരെ കാലം ജീവിച്ചിരിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകട്ടെ. ഇവിടുത്തെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എൻ്റെയും ഞങ്ങളുടെ വളാനിക്കാട്ട് ഫാമിലിയുടെയും സഹകരണം ഉണ്ടാവും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തത് ശ്രീ ഗോപിളച്ചേട്ടൻ, അതുപോലെ തന്നെ സുശീല, ഓമന, ജാനകി, ഇവരാരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അത് വാങ്ങാവുന്ന. ഗോപിക്ക് ഈ ഇത് നൽകുന്നത് നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ നീലകണ്ഠ തീർത്ഥപാദ സ്വാമി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നിയുക്ത സെക്രട്ടറി കൂടിയായ പ്രസന്നകുമാറായിരിക്കും സ്വാമിയോടൊപ്പം. ഏതാനും വാക്കുകളിൽ ആശംസ പറയാൻ പന്മന ഉണ്ണികൃഷ്ണൻ അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂടെ വിളിക്കും. ഈ ധന്യമായ സദസ്സിന് വിനയത്തോടെ നമസ്കാരം. ജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികളും ചിദാനന്ദപുരി സ്വാമികളും ഒക്കെ സംസാരിച്ച ഒരു വേദിയിൽ ഇനി എന്തു പറഞ്ഞാലും അത് അധികപ്രസംഗം ആയിരിക്കും എന്നെ ഉറപ്പുണ്ട്. നോട്ടീസ് പേരുകാരൻ എന്നുള്ള നിലയ്ക്ക് ഏതാനും വാക്കുകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അസമത്വത്തിൻ്റെ അന്ധകാരത്തിലേക്ക് ആണ്ടുപോയ ഒരു സമൂഹത്തെ, കേരള സാമൂഹ്യ അന്തരീക്ഷത്തെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഈ നാടിൻ്റെ മുഖ്യധാരയിൽ എത്തിച്ചിട്ടുള്ള മഹാഗുരുക്കന്മാരുടെ ശില്പമാണ് ഇവിടെ ഇന്ന് അനാച്ഛാദനം ചെയ്തത്. അതിന് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങളെപ്പോലെ എനിക്കും അവസരം കിട്ടിയത് ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. അറിവിൻ്റെ അപാരതയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ സമൂഹത്തെ നാം കാണുന്ന നിലയിലേക്ക് എത്തിച്ചവരെ, ഈ ജനത ഏത് ജനതയാണോ അവരെ കാണേണ്ടത്, പഠിക്കേണ്ടത്, അവരെ വേണ്ടുവോളം പഠിച്ചില്ല. അവരുടെ അറിവിൻ്റെ ആഴം ഇന്നും ആരും അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുമില്ല. മറ്റുള്ളവരെയൊക്കെ തന്നെ പഠിക്കുവാനും പഠിപ്പിക്കാനും ഒക്കെ ആളുള്ളപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു
ഈ ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ നടക്കേണ്ടതാണെങ്കിൽ നടക്കും. ഇത് നടക്കേണ്ടതായിരുന്നു. ആ ചരിത്ര മുഹൂർത്തമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാമല്ലോ, 103 വർഷമായി സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച് ബ്രഹ്മമായി തീർന്ന ഒരു അതിവര്യൻ്റെ സമാധി സ്ഥാനമാണ് ഈ മണ്ണ്. 103 വർഷങ്ങൾ കഴിഞ്ഞു. സമാധിയായിട്ട്, ജനിച്ചിട്ടല്ല, സമാധിയായിട്ട് 103 വർഷങ്ങൾ കഴിഞ്ഞു. ഈ പ്രദേശത്തിൻ്റെ സർവ്വതും തീരുമാനിക്കണ്ടേ? ഈ പ്രദേശത്തിൻ്റെ ആശയും ആവേശവും പ്രതീക്ഷയും ഈ മണ്ണിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങൾ എന്ന് അഭിമാനത്തോടുകൂടി ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, പറയുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് 100ാമത് വർഷം ആചരിച്ചു സമാധിയുടെ. ചില മഹത്തുക്കൾ ഒക്കെ ഭൗതികപരമായി ചില കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അത് മതിയോ? ഈ നാടിൻ്റെ ആധ്യാത്മിക പുരോഗതിയല്ലേ ഇവരൊക്കെ സ്വപ്നം കണ്ടത്. ആ പുരോഗതിക്കനുസരിച്ച് ഇവരെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ ആധ്യാത്മികതയുടെ ചൈതന്യമാണ് അവരെ കൊണ്ട് ഇതെല്ലാം നിശ്ചയിച്ചത്. അവർ തന്നെ പറയുന്നു, ഞങ്ങളെ എപ്പോഴെങ്കിലും അന്വേഷിക്കും എന്ന്. അപ്പോൾ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും അതുപോരാ. ഈ മണ്ണ് ഭാരത ദർശനങ്ങളുടെ പഠന ഗവേഷണ കേന്ദ്രങ്ങളായി മാറണം. നിരവധി പ്രയോജനങ്ങൾ ഈ പ്രദേശത്തിന് നൽകാൻ ഈ സംരംഭത്തിന് കഴിയണം. അതിന് കെൽപ്പുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികൾ, സ്വാത്വികനായ മഹാപണ്ഡിതനായ ത്രികാലജ്ഞാനിയായ അദ്ദേഹത്തിൻ്റെ പിന്തുണയും കൂടെ തീർച്ചയായും നമുക്കിവിടെ സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും. അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ഓം ഹ്രീം നമോ ഭഗവതേ സർവജ്ഞായ സർവതന്ത്രസ്വതന്ത്രായ സ്ഥിതപ്രജ്ഞായ സർവശാസ്ത്രവിശാരദായ സർവഭൂതഹിതേരദായ സർവസർവസങ്കൽപ്പായ സർവകലാവല്ലഭായ സർവജ്ഞായ സർവസാക്ഷിണ്യേ നമഃ. ഗംഭീരമായ 3 പ്രതിഷ്ഠയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ എൻ്റെ നമോവാണ്. സർവ സജ്ജനങ്ങളുമൊക്കെ കൂടിയിരിക്കുന്ന ഒരു സദസ്സാണ്. ഞാനും ഈ പ്രസ്ഥാനങ്ങളിൽ കുറച്ച് നാൾ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് സ്വാമികളെ അടുത്തറിയാനും മനസ്സിലാക്കാനും അങ്ങനെയുള്ള സാഹിത്യങ്ങളുമൊക്കെ മനസ്സിലാക്കാനും സൗകര്യം ലഭിച്ചിട്ടുണ്ട്. ആ സ്ഥിതിയിൽ ലോകം കണ്ടിട്ടുള്ളതിലൊരു വലിയ പണ്ഡിത വരേണ്യനാണ് നീലകണ്ഠ തീർത്ഥപാദർ. ആ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന് എന്തോന്ന് കൊടുത്തത് സ്വാമി ചട്ടമ്പി സ്വാമി തിരുവഴിയാണ്. കൊച്ചു നീലകണ്ഠപിള്ളേ, പാമ്പിൻ്റെ വിഷമല്ല വലുത്, മനുഷ്യനാണ് വലിയ വിഷമുള്ളത്, അത് മാറ്റാൻ ശ്രമിക്കണം. ഈ പാമ്പിനൊന്നും വിഷമൊന്നുമില്ല, അതൊക്കെ നമ്മൾ പറയുന്ന പോലെ ജീവിക്കും എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ട മഹാഗുരുവാണ് അവിടെ നിൽക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ ഒരു വലിയ അവതാര പുരുഷനാണ്. ഞാൻ അങ്ങേരെ കാണുന്നത് അഭേദദർശകായ അഹിംസാവർത്തകായ അഭിനവ തഥാഗതായ പ്രത്യഗ്ര ശങ്കരായ
അഭേദദർശകായ അഹിംസാവർത്തകായ അഭിനവതഥാഗതായ പ്രത്യഗ്രശങ്കരായ പരമഭട്ടാരകായ പരമഹംസായ വിദ്യാധിരാജായ തീർത്ഥപാദായ പരംപൂജനീയ പരമ കലാനിധിയായ ചട്ടമ്പി സ്വാമി അയ്യപ്പനാമനായ ശ്രീ ചട്ടമ്പി സ്വാമികളേ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. എൻ്റെ ഒരു സങ്കല്പമാണ്. കുഞ്ഞനെന്നാണ് ചട്ടമ്പി സ്വാമിക്ക് ആദ്യകാലത്ത് മാതാപിതാക്കൾ ഇട്ട പേര്. കുഞ്ഞനല്ല, അയ്യപ്പൻ. അപ്പം കേരളാവലി കേണപേക്ഷിക്കാൻ കേവലൻ പരമേശ്വരൻ തന്നെ വന്നാണ് ഈ കുഞ്ഞനായിട്ട് അയ്യപ്പനായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. ആ കുഞ്ഞയ്യപ്പൻ്റെ അനുഗ്രഹാശിസ്സുകൾ അദ്ദേഹത്തിൻ്റെ സഹതീർത്ഥനായിരുന്ന ശിഷ്യനായിരുന്ന നാരായണ ഗുരുദേവനും നീലകണ്ഠ തീർത്ഥപാദരും ഒരുപോലെ വിളയാടി കേരളാവനിയെ സ്വർഗഭൂമിയാക്കി മാറ്റാൻ ഈ പ്രതിഷ്ഠയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അറിയാനും അറിയിക്കുവാനുള്ള അടുത്തതായിട്ട് നമുക്ക് പ്രൊഫസർ പ്രമീള ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രമീള ഒരു പുസ്തകം ഏറ്റുവാങ്ങാനായിട്ട് സ്റ്റേജിലോട്ട് വരൂ, ഇവിടെ വേദിയിലോട്ട് വരൂ. ഡോക്ടർ പ്രമീള കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഇപ്പോൾ റിട്ടയർ ആയിരിക്കുകയാണ്. ചട്ടമ്പിസ്വാമി പ്രഭാഷണ പരമ്പരയിൽ ഈ വർഷം പ്രൊഫസർ ഒരു പ്രഭാഷണം നൽകുകയുണ്ടായി. അത് ഇനി ഒരവസരത്തിൽ ഇതിനൊരു രണ്ടാമത്തെ വോളിയം ഉണ്ടാകുകയാണെങ്കിൽ അന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഡോക്ടർ ഗീതാമണിയുടെ കൊളീഗ് കൂടെയാണ്. സംഭൂജ്യരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ പേര് CK രവി എന്നാണ്. പഠിക്കുന്ന കാലത്ത് യുക്തിവാദവും കമ്മ്യൂണിസവും ഒക്കെ ആയിട്ട് നടന്നു. പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികളോട് ഞാൻ പറയും, ഒരാശ്രമം, ഒരു പള്ളി അല്ലെങ്കിൽ ഒരു അമ്പലം ഇല്ലാതായാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന്. പഠിക്കുന്ന കാലത്ത് നാമം ചെല്ലാത്തതിൻ്റെ പേരിൽ അടി വാങ്ങിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ കൊല്ലത്ത് തിരുവല്ലവാരം സായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ സായി നികേതൻ എന്ന സ്ഥാപനത്തിലെ കുട്ടികളോടൊപ്പം ആഴ്ചയിൽ 7 ദിവസത്തിൽ 5 ദിവസവും സന്ധ്യനാമം ജപിക്കാൻ ഈശ്വരൻ നിയോഗിച്ചിരിക്കുന്നു. കൂടാതെ ആശ്രമത്തിൻ്റെ തൃക്കടവൂർ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ആദ്യത്തെ സേവാസമിതി എനിക്ക് തോന്നുന്നു തൃക്കടവൂർ വിദ്യാധിരാജ സേവാസമിതിയാണ്. 1 സെൻറ്റ് ഭൂമി പോലുമില്ലാതെ പ്രത്യേകിച്ച് സമ്പത്തൊന്നും നേടാതെ എൻ്റെ അച്ഛൻ PWDയിൽ വർക്ക് സൂപ്രണ്ടായിരുന്നു. കൈക്കൂലി വാങ്ങിക്കാത്ത ഉദ്യോഗസ്ഥനെന്നുള്ള പ്രശസ്തി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മ ഇളയപ്പച്ചിക്ക് 3 വയസ്സുള്ളപ്പോൾ മരിക്കുകയുണ്ടായി. അച്ഛനാണ് മൂത്താൾ. 5 സഹോദരിമാരെയും വളർത്തി അവരെ വിവാഹം കഴിപ്പിച്ചു. പക്ഷെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ മഹത്വം കൂടുതൽ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അച്ഛൻ്റെയും കൂടിയൊക്കെ ശ്രമഫലമായിട്ടാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമിയുടെ പേരിലുള്ള
സേവാസമിതി തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്ന് ആരംഭിക്കാനും കെട്ടിടം ഒക്കെ നിർമ്മിക്കാനും ഒക്കെ കഴിഞ്ഞത്. അതിൽ ഒരു 2 കൊല്ലം സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കൊണ്ട് മാത്രമായിരിക്കാം എനിക്കിവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും കഴിഞ്ഞത്. അതിന് സർവേശ്വരനായ ഈ 3 ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഈ 3 ഗുരുക്കന്മാരുടെയും ഒന്നിച്ചിട്ടുള്ള ഫോട്ടോ നമുക്കേവർക്കും സുപരിചിതമാണ്. അത് പ്രാക്കുളത്ത് തോട്ടുവയലിൽ വീട്ടിൻ്റെ വെച്ചാണ് ആ ഒരു കണ്ടുമുട്ടലുണ്ടായത്. ഇപ്പോഴും അവിടെ എന്നെ പ്രതിനിധിയിൽ പറഞ്ഞാൽ ഗുരു നിത്യചൈതന്യ മാതാമൃതാനന്ദമായി ഇവരെയൊക്കെ ഞാൻ ആദ്യമായി കാണുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ ഇതിനെല്ലാം ഇന്നിവിടെ വരണമെന്നുള്ളത് ഒരു നിയോഗമായതുകൊണ്ട്, ഈശ്വര നിശ്ചയമായതുകൊണ്ട് ഇവിടെ 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട്, പ്രത്യേകിച്ച് ഗോപിച്ചേട്ടനോട് ഒക്കെ ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിലിരിക്കുന്ന പൂജ്യരായ ഗുരുക്കന്മാർക്കും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. 57 വർഷം മുമ്പ് കൃഷ്ണവിലാസത്തിൽ വന്ന ആദ്യത്തെ മരുമകളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ശ്വാസനിശ്വാസങ്ങളിൽ അന്നു മുതൽ ഞാൻ കാണുന്ന ആശ്രമത്തിനെ പറ്റിയുള്ള വിശ്വാസവും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ള പദ്ധതികൾ രൂപീകരണവും വർഷങ്ങളായി അത് നടന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ റിട്ടയർമെൻ്റ് എടുത്തത് ശേഷം അത് വളരെ ഊർജ്ജസ്വലതയോടെ ചെയ്യാൻ പറ്റി. അതിൽ പിന്നെ എനിക്ക് വളരെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ ഈ പ്രതിഷ്ഠാ ദിനത്തിൽ ഒരു മഴ പെയ്തു. അതെനിക്ക് ഒരു സുന്ദരമായ ഒരു ഓർമ്മയാണ് തന്നത്. 57 വർഷം മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു മഴ നല്ല ശുഭമാണ്. അപ്പോൾ എൻ്റെ ജീവിതം എടുക്കുകയാണെങ്കിൽ എനിക്ക് അത് ശുഭമായിട്ട് തന്നെയാണ് എന്നും തോന്നിയിട്ടുള്ളത്. വളരെ ഹൃദ്യമായ ജീവിതമാണ്. അപ്പോൾ ഈ ചട്ടമ്പി സ്വാമിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും നീലകണ്ഠ തീർത്ഥപാദരുടെയും ഈ പ്രതിമകൾ വരും തലമുറയ്ക്ക് വഴികാട്ടികളായും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഹിന്ദുമത ഐക്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസകൾ. ആദരവ് നൽകുകയാണ്. അഗ്രേ പശ്യാമി തേജോ നിമ്പിടതരകളായ വനീലോപനീയം പീയൂഷപ്ലാവിതോഹം തദനു തതുവരെ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം സകല സുഖരസസ്വാദ രോമാഞ്ചിതാംഗൈർ ഹാവീതം നാരദാദ്യർ വിലസതുപനിഷത്ത് സുന്ദരീ മണ്ഡലേച്ഛ. ഇത് അനുഗ്രഹീത ഗായികയായ പി ലീല ആലപിച്ച നാരായണീയത്തിലെ ഒരു ശ്ലോകമാണ്. അപ്പോൾ അതിനെപ്പറ്റി സംബന്ധിക്കുമ്പോൾ സംസാരിക്കാൻ ഒരുപാടുണ്ടെങ്കിലും വാക്കുകൾ തടസ്സപ്പെടുകയാണ്. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഗോവിച്ചനെ പോലൊരു മഹാമനുഷ്യൻ എൻ്റെ ബ്രദറല്ലാണ് ഞാൻ. അത് തന്നെ ഒരു പുണ്യ സിദ്ധിയായിട്ട് ഞാൻ കരുതുന്നു. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഞാൻ വളരെ അപൂർവമായിട്ട് ദർശിച്ചിട്ടുള്ളൂ. ഒരു ടയർലെസ് മാനാണ്, ടയർലെസ് മൈൻഡാണ്. അദ്ദേഹത്തിന് വിശ്രമം തന്നുള്ളതും ഒരു പ്രശ്നമേ അല്ല, ആഹാരം ഒരു പ്രശ്നമല്ല, വിശ്രമം ഒരു പ്രശ്നമല്ല. സ്റ്റിൽ ഹീ ഈസ് വെരി ഹെൽത്തി. അതാണ് അതിശയിപ്പിക്കുന്നൊരു കാര്യം. അദ്ദേഹത്തെ പറ്റി വേണ്ടുവോളം സജ്ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഞാനതിൻ്റെ ഒരു ഭാഗമായതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുപോലെ ഈ മണ്ണുമായിട്ട് എങ്ങനെയോ ഞാൻ ബന്ധപ്പെട്ടു. വർഷം 45 കഴിഞ്ഞു. അതുകൊണ്ട് ഈ മണൽത്തരികളെല്ലാം എനിക്ക് വളരെ സുപരിചിതമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നതിൻ്റെ എല്ലാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഒരു മരുമകൻ എന്ന രീതിയിൽ ശാസന കേട്ടിട്ടുണ്ട്, വഴക്ക് കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഇന്ന് എന്തെങ്കിലും ആർജിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നും കിട്ടിയതാണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. നമുക്കായിട്ടൊന്നുമില്ല, ഉള്ളത് ഇത്രയേ ഉള്ളൂ, ഈശ്വര വിശ്വാസം. ഒരു നാവികസേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ കിട്ടിയാൽ കൃഷ്ണ 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 എന്ന് ഇമ്മ അവിടെ കിടന്ന് വരുന്നുണ്ട്. കൂട്ടുകാർ പറയുന്നത് ഇയാൾ ആരെയാണ് വിളിക്കുന്നതെന്ന് സർവീസിലുള്ളപ്പോൾ. പക്ഷെ തിരികെ വന്നപ്പോൾ ഇപ്പം ഞാനൊരു ഭാഗവത പാരായണക്കാരനായി മാറി. ഇപ്പം അസ്വസ്ഥത കൊണ്ട് അതിന് പോകുന്നില്ല. അതിലും എനിക്ക് അങ്ങേയറ്റം ഒരു സൽപ്പേര് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം, നന്ദി. സംസാരിച്ച പുള്ളിച്ചേട്ടനും കുടുംബത്തിനും നന്ദി അറിയിക്കുകയാണ്. കോച്ചിട്ട് പറഞ്ഞതുപോലെ ആരോ 1-2 പേർക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. 1-2 വാക്കുകളിൽ അവർക്ക് സംസാരിക്കാം. അതല്ലെങ്കിൽ കൃത്യതയ്ക്ക് ശ്രീ പ്രസിഡന്റിനെ ക്ഷണിക്കാം. യാത്രയോദിക്കുന്ന പ്രസ്ഥാനാനന്ദ തത്വബോധ സ്വാമികൾക്കും പന്മനയാശ്രമം സ്വാമി കൃഷ്ണമയാനന്ദ സ്വാമികൾക്കും ഒക്കെ ഈ യോഗത്തിലേക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഔദ്യോഗിക നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീ പ്രസിഡന്റ് സുകേഷ് വൈഫിൻ്റെ ചിറ്റപ്പൻ്റെ മോനെ എന്നെ ആശംസാ പ്രസംഗത്തിൽ വിളിച്ച ഗോവിച്ചേട്ടൻ ആദ്യം നന്ദി പറയുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഗോവിച്ചേട്ടൻ എൻ്റെ വല്യമ്മയുടെ മോനാണ്. പുള്ളി ഈ കാര്യത്തിൽ അകവഴിഞ്ഞ പരിശ്രമിച്ച് ഇത്രയും ഗംഭീരമാക്കിയതിന് പുള്ളിക്കും പുള്ളിയുടെ വൈഫ് ശാന്തപിള്ളയ്ക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നന്ദി പ്രകാശനം എന്നുള്ളതാണല്ലോ എൻ്റെ കടമ. അപ്പോൾ വേദിയിൽ നിന്ന് ഒരുവിധപ്പെട്ട എല്ലാവരും പോയി കഴിഞ്ഞു. എങ്കിലും നമ്മുടെ ഈ വേദിയിൽ പങ്കെടുത്ത ബ്രഹ്മശ്രീ പ്രജ്ഞാനന്ദ സ്വാമികൾക്കും ബ്രഹ്മശ്രീ ചിദാനന്ദപുരി സ്വാമികൾക്കും എൻ്റെയും ഞങ്ങളുടെ പുതിയതായി ഈ രൂപം കൊള്ളുന്ന നീലകണ്ഠ തീർത്ഥപാത ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് അനുഗ്രഹ പ്രഭാഷണങ്ങളിലേറ്റ സംസാരിക്കാമെന്ന് തീർച്ചയാക്കിയെങ്കിലും ചില കാരണങ്ങളാൽ ശ്രീ അരുൺകുമാർ നമ്മുടെ തീർത്ഥപാദാശ്രമ ട്രസ്റ്റ് സെക്രട്ടറിയും എത്തിച്ചേരാൻ പറ്റിയില്ല. അദ്ദേഹം നേരത്തെ അറിയിച്ചിരുന്നു വരില്ല. അദ്ദേഹത്തിനും ഈ ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് പന്മന ആശ്രമം ജനറൽ സെക്രട്ടറി ശ്രീ ഗിരീഷ് കുമാർ അദ്ദേഹം എത്തിച്ചേരുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിനും നമ്മുടെ ട്രസ്റ്റിൻ്റെ പേരിൽ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തത് പന്മന ആശ്രമത്തിന് തന്നെ മഠാധിപതിയായിരുന്ന കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ അദ്ദേഹം എത്തിച്ചേരുകയും ഇവിടെ പ്രഭാഷണം നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിനും ഈ ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് വിദ്യാധിരാജ ഇൻ്റർനാഷണലിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ പെരുമിറ്റൻ രാധാകൃഷ്ണൻ അദ്ദേഹവും ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിനും നമ്മുടെ ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് ചട്ടമ്പിസ്വാമി ആർക്കൈവ് തിരുവനന്തപുരത്ത് നിന്ന് ഡോക്ടർ ആർ രാമൻ നായർ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് പുന്നക്കുളം SNDP ശാഖ എക്സിക്യൂട്ടീവ് അംഗമായ രാജഗോപാലൻ സാർ, നമ്മളെല്ലാവരും തമ്പാൻ ചക്കാലയിൽ നിന്ന് വിളിക്കപ്പെടുന്ന, നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് അറിയാവുന്ന രാജഗോപാലൻ എന്ന പേരിൽ ചിലപ്പോൾ നമ്മളാരും അറിയത്തില്ല, നമ്മൾ അറിയപ്പെടുന്നത് തമ്പാൻ എന്നുള്ളതാണ്. തമ്പാൻ എനിക്കൊരു സാറ് കൂടിയാണ് യഥാർത്ഥത്തിൽ. തമ്പാ സാറെന്ന് ഞങ്ങളിപ്പോഴും വിളിക്കപ്പെടുന്നത്.
തമ്പ്ര സാറിനും ഞങ്ങളുടെ ഈ ട്രസ്റ്റിൻ്റെ പേരിലും ഈ എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇനി ഭാവിയുള്ള കാര്യങ്ങൾക്കും സാറും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നൊരു അഭ്യർത്ഥന കൂടി ഉണ്ട്. പിന്നെ NSSൻ്റെ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് ലാൽ വരാമെന്ന് എത്തിയിരുന്നു, എങ്കിലും എത്തിച്ചേർന്നില്ല. അദ്ദേഹത്തിനും ഈ സംഘടനയുടെ ഈ ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് അടുത്തത് നമ്മുടെ വിജയൻ സാറാണ്. വിജയൻ സാറിനെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല. സാറ് ഞാൻ എപ്പോഴും എല്ലായ്പ്പോഴും ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതുകൊണ്ട് സാറിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നില്ല. കാര്യം ഞങ്ങളെപ്പോഴും ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞത്. സാർ എന്നേക്കാൾ വളരെയധികം സീനിയർ ആണെങ്കിലും ഞങ്ങൾ ആ ലെവലിലല്ല കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അടുത്ത നമ്മുടെ ഒപ്പം എല്ലാ കാര്യത്തിനും ഉള്ള രവികുമാറാണ്. രവികുമാർ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ഞാൻ ഈ ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സദസ്സിലിരിക്കുന്നതുമായിട്ടുള്ള എല്ലാവർക്കും ഈ ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പോയി നമ്മുടെ പണിക്കേഴ്സ് ചെങ്ങന്നൂരിൽ നിന്ന് വന്നിട്ടുള്ള പ്രകാശ് പണിക്കർ എന്ന് പറഞ്ഞ പ്രധാന ശില്പിയാണ്. അദ്ദേഹത്തെ ഞങ്ങളങ്ങ് വിട്ടുപോയി. അദ്ദേഹമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ആദ്യം മുതൽ ഇതുവരെ കൊണ്ടുനടന്നത്. സാധാരണ ദിവസങ്ങളിൽ കിട്ടാറില്ലെങ്കിൽ ഇന്നങ്ങ് ഫുൾ ടൈം വന്ന് നിന്ന് അല്ലേ. സാധാരണ ദിവസങ്ങൾ വിളിക്കും തോറും കിട്ടാഴിക കുറവാണ്, പക്ഷെ ഇന്ന് ഫുൾ ടൈം എന്തായാലും വന്ന് നിന്ന് അദ്ദേഹം ഉണ്ട് ഇവിടെ. അദ്ദേഹത്തിന് നന്ദി പറയാൻ പറഞ്ഞത് ക്ഷമിക്കണം. ഞങ്ങൾ ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ധന്യമായ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ സജ്ജനങ്ങളും ഇതിന്റെ ഭാഗമായി ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം ഇന്നിവിടെ പൂർണ്ണമാകുന്നു.